കെ വിനോദൻ, ഇപ്പോൾ അച്യുത മേനോൻ ഭരണകാലത്തെക്കുറിച്ചുള്ള സെമിനാർ അത് ഈ സമയത്ത് സംഘടിപ്പിക്കുന്നതിൽ ഈ സെമിനാറുകൾ ഇപ്പോൾ വേണമെന്ന CPI തന്നെ ആവശ്യപ്പെടുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ആലോചനകളുണ്ടോ? നമുക്കറിയാവുന്ന പോലെ ആ ഭരണം കോൺഗ്രസുമായി ചേർന്നിട്ടുള്ള ഭരണമായിരുന്നല്ലോ. നേരത്തെ നടന്ന ചർച്ചയുടെ ഒന്ന് രണ്ട് കാര്യം, ഈ പിണറായി വിജയൻ നിസ്സാരരാക്കിയതും പുച്ഛിച്ചതും ശരിക്കും ബിനോയ് വിശ്വത്തിനെയും CPIയെയും അല്ല, അദ്ദേഹം TP രാമകൃഷ്ണനെയും MV ഗോവിന്ദനെയും, കാരണം ചർച്ച നടക്കുകയാണെന്ന് പറഞ്ഞ TP രാമകൃഷ്ണനെയും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പറഞ്ഞ MV ഗോവിന്ദനെയാണ്. അവരല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി സംസാരിക്കേണ്ടത്, അവരല്ല, ഞാനാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ്, എനിക്ക് ഇതുപോലെ 2-3 തവണ നമ്മൾ ഒന്നിച്ചിരുന്നപ്പോഴെല്ലാം കറതീർന്ന CPI വിരുദ്ധതയുടെ വക്താവായിട്ട് പ്രതിഷ്ഠപ്പെടാറുള്ള ദാമോദർ പ്രസാദ് ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യം എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഈ ചരിത്രം പറയുമ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം അല്പം കമ്പം, ചരിത്രത്തെക്കുറിച്ച് അല്പം ഒരു താല്പര്യമുള്ള ഒരാളെന്ന് എനിക്ക് അന്ധജ്ഞാനമല്ല, അല്പം ചരിത്രം പഠിച്ചു പോയതിൻ്റെ കുഴപ്പമാണ്, ക്ഷമിക്കണം. ഈ മൂന്നാർ ദൗത്യത്തിൻ്റെ കാര്യം പറഞ്ഞു. മൂന്നാറിൽ ശരിക്കും സുരേഷ് കുമാറിൻ്റെ പുസ്തകത്തെ ആധികാരിക രേഖയായിട്ട് എടുക്കാൻ ഞാൻ തയ്യാറേ അല്ല. അവിടെ അച്യുതാനന്ദന് പറ്റിയ തകരാറ് അദ്ദേഹം പറഞ്ഞയച്ച ആളുകൾ അവരവിടെ എന്താ കാണിച്ചത്? വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഉള്ള BS അച്യുതാനന്ദൻ്റെ ഓപ്പറേഷൻ ഏറ്റവും ശക്തമായിട്ട് പിന്താങ്ങിയത് CPI വന്ന റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രനുമാണ്. അവിടെ ചെന്നിട്ട് 57-ൽ MN ഗോവിന്ദൻ നായരുടെ പേരിൽ എഴുതിയ പാർട്ടി ഓഫീസ്, MN ഗോവിന്ദൻ നായരുടെ പേരിൽ വില കൊടുത്ത് വാങ്ങിച്ച പാർട്ടി ഓഫീസ്, ആ പാർട്ടി ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് അച്യുതാനന്ദനും പ്രവർത്തിച്ചത്. ആ പാർട്ടി ഓഫീസ് പിന്നീട് PK വാസുദേവൻ, അങ്ങനെയാണ് രീതി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് PK വാസുദേവൻ്റെ നായരുടെ പേരിലായിരുന്നു അതിൻ്റെ പ്രമാണം. അപ്പോൾ അത് അതിൻ്റെ ഒരു പോർച്ചോ പാരപ്പറ്റോ മറ്റോ ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഇടിക്കാനായിട്ട് ചെന്നു. അത്തരം സമീപനത്തിനാണ് എതിർത്തത്. പകരം വൻകിട കയ്യേറ്റങ്ങൾ, റിസോർട്ട് മാഫിയ, അത് ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി ഓഫീസിൻ്റെ വരാന്ത ഇടിക്കാൻ വരുന്ന സമീപനം തെറ്റാണ്, അങ്ങേയറ്റം ദുരുപദിഷ്ടമായിട്ടുള്ളതെന്നാണ് CPI എന്ന് പറഞ്ഞത്. അതിന് സുരേഷ് കുമാർ എന്താ എഴുതി വെച്ചേക്കുന്നുള്ളത് അതല്ലല്ലോ അവസാനത്തെ വിഷയം. പിന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും CPI തെറ്റ് ചെയ്യും, തിരുത്തും എന്നൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ പിന്നീട് പട്ടിണ്ട കോൺഗ്രസിൽ 11-ാം പാർട്ടി കോൺഗ്രസ് വ്യക്തമായിട്ടും കോൺഗ്രസിനെ പിന്തുണച്ചതല്ല, അടിയന്തരാവസ്ഥയെ പിന്തുണച്ചതിലും അടിയന്തരാവസ്ഥ കാലത്ത് ഭരണത്തിൽ നിന്ന് മാറാഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. ഒരു കാര്യം ആലോചിക്കണം, ഒരു അടിയന്തരാവസ്ഥയും ഇല്ലാത്ത പിണറായി ഗവൺമെൻറ്, 1-ാം പിണറായിൻ്റെ കാലത്താണ് 8 മനുഷ്യരെ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ വെടിവെച്ച് കൊന്നത്. 8 പേരും നിരായുധരായി ഒരു തരത്തിലുള്ള അക്രമത്തിനും പുറപ്പെടാതിരുന്ന 8 പേരെ വെടിവെച്ച് കൊന്നത്. എത്ര ലോക്കപ്പ് കൊലപാതകം ഉണ്ടായി? ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള പോലീസ് കേസുകൾ എനിക്കറിയാം. ലോക്കപ്പുകൾ പാവപ്പെട്ട ദളിത് യുവാക്കൾ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്. അത് CPM ചെയ്തിട്ടുള്ള തെറ്റുകൾ. 64-ന് ശേഷം ഞാനൊരു കാര്യം പറയട്ടെ, 67-69-ൽ TV തോമസ് ജപ്പാനിൽ പോയി എന്തിനാ? ജാപ്പനീസ് ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, സാങ്കേതിക വിദ്യയുടെ ഇതിനു വേണ്ടി അദ്ദേഹം പോയി. അപ്പോൾ അന്ന് ഈ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പോയ TV തോമസിനെതിരായി അദ്ദേഹം ജപ്പാൻ കമ്പനികളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു. MN ഗോവിന്ദൻ നായർ വൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയുള്ള കരാറിൽ ഏർപ്പെട്ടപ്പോൾ അതിനകത്ത് അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? ആ മന്ത്രിസഭ വീണു. അതിനുശേഷം വന്ന അച്യുത മേനോൻ മന്ത്രിസഭയുടെ കാലത്താണ് തോഷിബ ആനന്ദ് വരുന്നത്, കെൽട്രോൺ വരുന്നത്. TV തോമസ് ജപ്പാനിൽ പോയതിൻ്റെ ഫലമായിരുന്നു അത്. MN ഗോവിന്ദൻ നായർ കുറ്റ്യാടി പദ്ധതിയാണ് കേരളത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കുന്നത്. എന്നിട്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞങ്ങൾ ഒരു തരത്തിലും TVM-നും കുറ്റക്കാരായിരുന്നില്ല, അത് രാഷ്ട്രീയമായിരുന്നു എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു എന്നുള്ളതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി ആ തെറ്റെവിടെയെങ്കിലും ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും? അങ്ങനെ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുകയും അതേക്കുറിച്ച് അത് വിഴുങ്ങുകയും ചെയ്ത ഒരു പാർട്ടി തെറ്റുപറ്റുന്നതിനെ അന്തസ്സായിട്ട് അത് ചർച്ച ചെയ്യുകയും തെറ്റുപറ്റിയത് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ദാമോദർ പ്രസാദിന് CPI-യോട് ഇത്രയും കടുത്ത വിരോധത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാൻ. പിന്നെ അച്യുത മേനോനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ കാര്യത്തിൽ CPI-ക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്ന അച്യുത മേനോനെ വേണ്ട രീതിയിൽ കേരളീയ സമൂഹം, പുതിയ തലമുറ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടതാണെന്നുള്ളൊരു ബോധ്യത ഒരുപക്ഷെ CPI-ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തെ ഭരണാധികാരി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ അറിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിലെ പാർട്ടിയിൽ ഒരുപക്ഷെ P. കൃഷ്ണപിള്ള കുറച്ച് കാണാണ് ഇരുന്നത്. കേരളത്തിലെ പാർട്ടിയെ ഏറ്റവും വലിയൊരു ബഹുജന സംഘടനയാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പാർട്ടി നേതാവാണ് അച്യുത മേനോൻ. കൊച്ചി പാർട്ടി 48 മുതൽ 51 വരെയുള്ള കാലത്ത് ഒളിവിലിരുന്നു കൊണ്ട് പാർട്ടിയെ നയിച്ച കൊച്ചിയെ പാർട്ടി ഒന്നാം തരം പാർട്ടിയാക്കി മാറ്റി. പിന്നീട് കേരള രൂപീകരിച്ച ശേഷം ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് അച്യുത മേനോൻ. 14 വർഷക്കാലം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു. പാർട്ടി അധികാരത്തിലെത്തിക്കുമ്പോൾ അച്യുത മേനോനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന് നാനാമുഖമായ സംഭാവനകൾ. അച്യുത മേനോൻ 56-ൽ തൃശ്ശൂരിൽ ചേർന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അച്യുത മേനോൻ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച ഒരു മാനിഫെസ്റ്റോ, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ലഘുലേഖ പോലെ ഒരെണ്ണം,
അതാണ്, അത് ഞാൻ അച്യുതമേനോന്റെ കൈപ്പടയിൽ കണ്ടു വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതാണ് 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ വള്ളി പുള്ളി വിസർഗം പോലും മാറ്റാതെ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആയിട്ട് അവതരിപ്പിച്ചത്. അതാണ് പിന്നീട് നടപ്പാക്കാൻ ശ്രമിച്ചത്. അന്ന് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റുകൾക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയി 70-77 അച്യുതമേനോൻ നടപ്പാക്കിയത്. അത്ര വലിയ സംഭാവന ചെയ്തിട്ടുള്ള അച്യുതമേനോനെ വേണ്ട രീതിയിൽ പുതിയ കേരളം അറിയണം എന്ന ബോധ്യം തീർച്ചയായിട്ടും CPIക്ക് ഉണ്ടാവും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റുതിരുത്തൽ നടപടി കൂടിയാവാം. ഇങ്ങനെ പോയാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെ പോയാൽ പോരാ. ദേശീയ തലത്തിൽ തന്നെ CPI ഇപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന CPIയുടെ ഡൽഹി ചലോ റാലി, നിങ്ങൾ എത്ര പേര് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങൾ? അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയിലെ എല്ലാ ലോക്കൽ ഘടകങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ ഘടകങ്ങളും അതിന് താഴെ മണ്ഡലം കമ്മിറ്റികളും മിക്ക സ്ഥലങ്ങളിലും ലോക്കൽ കമ്മിറ്റികളും ഉള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷ പാർട്ടികളിൽ അങ്ങനെ ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ലോക്കലുകളിലും പദയാത്രകൾ നടത്താൻ തീരുമാനിച്ചു. വടക്കേ ഇന്ത്യയിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഛത്തീസ്ഗഡിൽ, ബീഹാറിൽ, അതുപോലെ തമിഴ്നാട്ടിൽ ഒക്കെ നടക്കണം. അപ്പോൾ അങ്ങനെ പാർട്ടി നേരത്തെ റീഇൻവെന്റ് ചെയ്യുന്നതിൻ്റെ, പാർട്ടി അതിൻ്റെ യഥാർത്ഥ കടമ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെതായ ഒരു ഘട്ടത്തിലായിരിക്കാം അച്യുതമേനോനെ മനസ്സിലാക്കിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് CPI. അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള മുഖ്യ ശത്രു BJP ആണ്. CPI എന്നല്ല, മുഖ്യ ശത്രു BJP ആയിരിക്കും. ഒരേ സമയം രണ്ട് മുഖ്യ ശത്രു ഉണ്ടാവത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മുഖ്യ ശത്രു. ആ മുഖ്യ ശത്രുവിനെ നേരിടുമ്പോൾ ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖ്യശക്തിയാണ് കോൺഗ്രസ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ആ രാഷ്ട്രീയമൊന്നും മനസ്സിലാക്കാതെ ഈ പഴയ ചില മസ്ലിം പിടുത്തവും ഇതൊന്നും ചെലവാകത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലാക്കാത്തത്, പിണറായി വിജയന്റെ ഒരു ശീലവും രീതിയുമാണിത്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പ്രതിപക്ഷ നേതാവുമല്ല, പാർട്ടി സെക്രട്ടറി അല്ലാത്ത കാലത്തും അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. MA ബേബിയെ പോലെ, രാമേന്ദ്രൻ പിള്ളയെ പോലെ ഒരു PB മെമ്പർ മാത്രമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി അവസാന വാക്ക് പറയും. അതെന്താണ് സംഭവിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടി അതിനകത്ത് ചർച്ച നടക്കുന്നുണ്ടോ, തിരുത്താൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞ അങ്ങനല്ലേ, അതായത് TP രാമകൃഷ്ണൻ ഒന്നുമല്ല, മറ്റേ അദ്ദേഹം നമ്മുടെ ME ഗോവിന്ദൻ ഒന്നുമല്ല, ഞാൻ പറയും, ഞാനൊരു തുണ്ട് എഴുതി കൊടുക്കും, നടക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടി നടക്കുമായിരിക്കും. ഇടതു മുന്നണിയിൽ അങ്ങനെ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ CPI സ്വീകരിച്ചിരിക്കുന്നത്. അത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ശരി. Debate with Smriti Parithikar.